ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് എനിക്ക് അങ്ങോട്ട് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. കറക്റ്റായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. ഇന്നിനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഹോസ്റ്റലിലോട്ട് വന്നിട്ടുണ്ട് തിരിച്ച്. ഇനി ഇവിടെ നിന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം, മുടിയൊന്ന് സെറ്റ് ചെയ്യണം, സാരി ഉടുക്കണം. അപ്പോൾ ഈ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഇന്ന് എൻ്റെ മാക്സിമം ഞാൻ വ്ളോഗ് കവർ ചെയ്യുന്നതായിരിക്കും. കുറച്ച് റീൽസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നു, ഫോട്ടോസൊക്കെ നടന്നാൽ മതി. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ തന്നെ ഒരു സ്കിൻ കെയറിലങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു കഷ്ടപ്പാടാലേക്കണേ. രാവിലെ ഞാൻ നടന്നു പോവുകയാണ് ബ്യൂട്ടി പാർലറിൽ എൻ്റെ സാരിയൊക്കെ ആയിട്ട്. हवा के झोंके आज मौसमों से रूठ गए, गुलों की शोखियां जो भंवरे आके लूट गए. അപ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ കല്യാണ ചെക്കൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. इसी बहाने क्यों न मैं भी दिल का हाल सवार लूं, सवार लूं, है सवार लूं. അപ്പോൾ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന കാറും ബസ്സും എല്ലാം വഴിയിലൊരു സൈഡിലൊന്ന് ഒരുമിച്ച് ഒതുക്കിയായിരുന്നേ. വേറെ ഒന്നിനുമല്ല, ഒരു ഡ്രോൺ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഹോളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഒരുങ്ങി കെട്ടിതേ. ക്രിസ്ത്യൻ ബ്രൈഡാണ്. ഒരു അന്തൻ ഇരിക്കുന്ന അപ്പുറത്ത് വെയിറ്ററിനെ പോലെ. ഇപ്പൊ ഒന്നേ ഉള്ളൂ, ഇപ്പൊ ഫെമിന മാത്രം. വെയിൽ ഭയങ്കര വെയില്, ചെറുക്ക് ഇറങ്ങുന്നില്ല ഇതുവരെ. ഗൈസ്, ആദ്യമായിട്ട് നിക്കാഹ് കഴിക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ആഷിഖാണൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടും അവസാനമായിട്ടും മനുഷ്യൻ്റെ ഒരു കഷ്ടപ്പാട് ഇത് പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? കുറെ നാൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ഇല്ല, ആരൊക്കെയോ മിസ്സിംഗ് ആണ്. അക്കച്ചി ആമിന മേജർ മിസ്സിംഗ്. ഓക്കെ, പിന്നെ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് റീൽസും ഒക്കെ എടുത്തായിരുന്നേ.
അപ്പം കല്യാണത്തിൻ്റെ അതായത് ക്രിസ്മസിൻ്റെയും നമ്മൾ നല്ല മട്ടൻ ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് കല്യാണം കഴിഞ്ഞ് എല്ലാവരും ദേ ഹാളിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോഴാണ് ഒന്ന് സംസാരിക്കാനായിട്ട് സമയം കിട്ടിയത്. അപ്പം ഇനി തിരിച്ച് ആഷിഖാണൻ്റെ വീട്ടിൽ പോയി അവരെ അവിടെ പിടിച്ച് കയറ്റി അടുത്ത വീണ്ടും റെഡിയായി 5 മണിക്ക് റിസപ്ഷന് പോകണം. ബൈ ദ ബൈ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്, എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? ഇതാണ് ഞങ്ങളുടെ കല്യാണ ചെക്കൻ്റെ വീട് കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ചെക്കനെയും പെണ്ണിനെയൊക്കെ ഒന്ന് വിളിച്ച് കയറ്റി 2 പണിയൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത പോയി റെഡി ആവണം. അപ്പോൾ ഒരു 6 മണിയായപ്പോഴേക്കും ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്കിൽ ഞങ്ങൾ റിസപ്ഷന് വേണ്ടിയിട്ട് ഇറങ്ങിയേ. അപ്പോൾ ഞങ്ങൾ ഇതേ റിസപ്ഷൻ നടക്കുന്ന ഹാളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കഴക്കൂട്ടത്തുള്ള അൽസാജ് അമറാൻഡയിലോട്ടാണ് വന്നേക്കണം. കഴിക്കാൻ എന്തൊക്കെ സാധനം ഉണ്ടോ നോക്കാം ഗൈസ്. പഴംപൊരി, സമൂസ. ചേട്ടൻ്റെ ചൂടോടെ പഴംപൊരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. नवराई लाडाची लाडाची ग आवडहिला चंद्राची चंद्राची ग. അപ്പം നമ്മുടെ ബ്രൈഡിനെ ഗ്രൂമിനെ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്തതാണ് കേട്ടോ. ബിഹൈൻഡ് ദ സീൻസ് ഞങ്ങൾ പിള്ളേർ പുറത്ത് സൈഡിൽ നിന്ന് തട്ടിക്കൂട്ടി ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നേ. ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അകത്ത് കയറിയപ്പോഴേക്കും വാപ്പച്ചി ഇവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നേ.
കേക്കും കഴിച്ച് ഞങ്ങളിത് റിസപ്ഷൻ്റെ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. ബൊഫയിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ട മന്തി റൈസ് മതി കുറച്ച്. ചേട്ടാ എല്ലാവരും ഒരു ഹായ് പറയും. സാലദോശ വേണ്ട, മട്ടൻ കുറുമ അതൊക്കെ നമുക്ക് റോഷ ചെറിയ പീസ് മതി കേട്ടോ. ഗൈസ് നമ്മുടെ റിസപ്ഷന്റെ ഫുഡ് രക്ഷയില്ല കേട്ടോ. അതിന്റെ ഇടയ്ക്ക് കട്ട് കുടിക്കുന്നെന്തോ. ഒരു 9 മണിയായപ്പോഴേക്കും ഗാനമേള കഴിഞ്ഞത് DJ സ്റ്റാർട്ടായേ. ആദ്യം കുറച്ച് ഞങ്ങൾ പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വന്ന് വൈബായേ. Oppan Gangnam Style. Gangnam Style. Oppan Gangnam Style. Sexy lady. അങ്ങനെ ഞങ്ങളുടെ ചെക്കനും പെണ്ണും ഒക്കെ വീട്ടിൽ പോകാൻ ഇറങ്ങുവാണ് കേട്ടാ. Bye guys, happy married life. Tata. 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 Ashikana, Ayami ഒരു ടാറ്റ പറയണം. Ayami ടാറ്റ പറയണം. ആണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ. എന്താണ് പേജിന്റെ പേര് പറയും?
ഇസ വെഡിങ്സ്. അപ്പൊ എല്ലാരും അപ്രോച്ച് ചെയ്യുക. ഫോട്ടോസ് ഒക്കെ കണ്ടതിന് ശേഷം ബാക്കി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അഭിപ്രായങ്ങളും കമന്റും ലൈക്കും ഷെയറും ചെയ്യുക. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ വ്ളോഗ് നമ്മൾ ഇവിടെ ചെൻഡ് ചെയ്യാണ്. നമ്മൾ മാക്സിമം അറുമതിച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണത്തിനേക്കാളും? ഞങ്ങൾ റിസപ്ഷൻ അങ്ങ് പൊളിച്ച് ക്ഷീണം തീർക്കാനുള്ളത്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഗൈസ്, അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.